കട്ടില്, ഭിത്തി, ബാത്റൂമിന്റെ ഡോറ് രണ്ടു കണ്ണും കുത്തി ഇളക്കിയ നാളെ ക്ലിനിക്കിൽ പോയിട്ട് നോക്കണം. എന്റെ കുഞ്ഞിന്റെ കണ്ണ് പെട്ടെന്നൊന്ന് ശരിയായാൽ മതിയായിരുന്നു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രൊമോ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാട്ടെ. പാവം ലച്ചുവിന് എന്തോ ഒരു ആക്സിഡന്റ് പോലെ പറ്റിയിട്ട് രണ്ട് കണ്ണും അപകടത്തിലാവുകയെ. എന്നിട്ട് രണ്ട് കണ്ണും ഇങ്ങനെ വെച്ച് പൂട്ടി വെച്ചിരിക്കുക. എന്നിട്ട് അന്തന്മാർ നടക്കുന്ന പോലെ ആ ഒരു സ്റ്റിക്കും കൊണ്ടാട്ടോ നമ്മുടെ ലച്ചു നടക്കുന്നത്. എന്നിട്ട് മതിലുമേലൊക്കെ കൂടി ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ നടക്കുവാട്ടോ. മതിൽ എവിടെയാണ്, വാഷ്റൂം എവിടെയാണ്, ഹോൾ എവിടെയാണ് എന്നൊക്കെ നമ്മുടെ ലച്ചു ഇങ്ങനെ വടിയും കൊണ്ടും കൈയും കൊണ്ടൊക്കെ ഇങ്ങനെ മതിലുമേൽ കൂടെ ഇങ്ങനെ പിടിച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ നമ്മുടെ കേശു നമ്മുടെ അമ്മൂമ്മയോട് വന്നിട്ട് പറയുന്നുണ്ട്, ആ ഒരു അപകടത്തില് വലത്തെ കണ്ണിന് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇടത്തെ കണ്ണിന്റെ കാര്യം കുറച്ച് സീനാണ് എന്നൊക്കെ പറയുകയാണേ. അപ്പൊ ലച്ചു ഇങ്ങനെ തപ്പി നടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഭവാനിയും ഉമ്മയ്ക്കും കനകാന്റിക്കും ഒന്നും സഹിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, നാളെ കണ്ണിനെ കെട്ടയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ലച്ചു പറയുന്നുണ്ട്, അതെനിക്കറിയില്ല, അവര് ക്ലിനിക്കിൽ ചെന്ന് ഇനി നോക്കിയാലേ എപ്പോൾ അഴിക്കുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ, എത്ര നാൾ ഞാനിങ്ങനെ നടക്കേണ്ടി വരുമെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചു ഭയങ്കര സങ്കടം പറയുന്നുണ്ട്. എന്നിട്ട് ലച്ചു ഇങ്ങനെ ഭയങ്കര സങ്കടം പറയുന്നുണ്ട്, കണ്ണില്ലാത്തപ്പോഴേ അതിന്റെ വില അറിയൂ, ഇപ്പൊ എനിക്ക് മനസ്സിലായി അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ഭവാനി അമ്മൂമ്മയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഭയങ്കര ശോകം ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമ്മുടെ പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതേ. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ, കാത്തിരിക്കാൻ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.